ഹായ് ഹലോ വെൽക്കം ടു അവർ സ്പെഷ്യൽ. ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു 3 സവോള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവോള ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരിഞ്ഞിട്ടുള്ളത് ഒന്ന് വഴറ്റാൻ വെക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റുകയാണ്. ഇത് നല്ലോണം വഴണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് ഒരു 12 കാഷ്യൂ നട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്താണ് എടുക്കുന്നത്. ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം ഒന്ന് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ പൊടികളൊക്കെ തന്നെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. അത് മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ പേസ്റ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കറിക്ക് ഇതിൽ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് കറി ലീവ്സ്, കുറച്ച് ഗരം മസാല ഇതുകൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എഗ്ഗെല്ലാം തന്നെ ബോയിൽ ചെയ്ത് വെച്ചിരുന്നത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്ഗ് കൂടെ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി. അത് മാത്രം മതി, ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. അത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ബൈ ബൈ.